ജോലിരഹിതരായ യുവജനങ്ങളുടെ വോട്ടിൽ കണ്ണുവച്ച് PSC പ്രായപരിധി പിണറായി സർക്കാർ ഉയർത്തിയതിലൂടെ 16 ലക്ഷത്തോളം പേർക്ക് വീണ്ടും ജോലിക്ക് അപേക്ഷിക്കാനാകും. പക്ഷെ പ്രായപരിധി ഉയർത്തിയത് 36 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു വലിയ വിഭാഗം ആവേശത്തോടെ കാണുന്നില്ല എന്നതാണ്. 40 വയസ്സ് വരെ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോൾ മത്സരം കൂടുമെന്ന പ്രശ്നവുമുണ്ട്. PSC പരീക്ഷ എഴുതി സർക്കാർ ഉദ്യോഗസ്ഥരാകാനുള്ള പൊതുവിഭാഗം ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി ഇപ്പോൾ 36 വയസ്സാണ്. അതിപ്പോൾ സംസ്ഥാന സർക്കാർ 40 വയസ്സാക്കി ഉയർത്തിയിരിക്കുന്നു. പിന്നാക്ക വിഭാഗത്തിന് 43 വയസ്സും പട്ടിക വിഭാഗത്തിന് 45 വയസ്സ് വരെയും സർക്കാർ ഉദ്യോഗം നേടാൻ അവസരമായി. അതായത് 2022 36 വയസ്സ് തികഞ്ഞ് ഏജ് ഓവറായ ഒരു ഉദ്യോഗാർത്ഥി സർക്കാർ ഉദ്യോഗം എന്ന സ്വപ്നമെല്ലാം വെടിഞ്ഞ് വീട്ടിലിരിക്കുകയാണ്. അവരുടെ മനസ്സിൽ വീണ്ടും സർക്കാർ ഉദ്യോഗസ്ഥരാകാമെന്ന സ്വപ്നം മുളയിടുകയാണ്. പഴക്കം ചെന്ന മടക്ക് പർവ്വതത്തിൽ ഉദാഹരണമാണ് ആരവല്ലി പർവ്വതം. ഹിമാലയമാണെങ്കിലോ പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമാണ് നമ്മുടെ ഹിമാലയം. പക്ഷേ ആരവല്ലി എന്ന് പറയുന്നത് പഴയ മടക്ക് പർവ്വതത്തിന് ഉദാഹരണമാണ്. ഒരു സർക്കാർ ജോലിക്കായി കോച്ചിങ് സെന്ററിലെല്ലാം പോയി രാപകൽ അധ്വാനിക്കുന്നവർ വ്യത്യസ്ത അഭിപ്രായത്തിലാണ്. പ്രായപരിധി വർധന അവരെ ഉഴപ്പന്മാരാക്കുമെന്ന മനോഭാവമുണ്ട്. നല്ല കാലത്ത് സർക്കാർ ജോലി നേടണമെന്ന് ചിന്തിക്കുന്നവർ പ്രായപരിധി വർധനയെ പിന്തുണയ്ക്കുന്നുമില്ല. എഞ്ചിനീയറിംഗ് എന്ന മേഖലയിൽ 2026 പത്മശ്രീ ലഭിച്ച മലയാളിയാണ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രതീക്ഷയായി പോയി. മറ്റേത് ഇതുവരെ ഇനി കുറച്ച് സമയമുള്ളൂ, പെട്ടെന്ന് പഠിക്കണം, അങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ ഈ സമയം നീണ്ടു പോകുന്നതോറും പഠിക്കാൻ ഒരു സ്ലോ ആണ്. സമയം ഉണ്ടല്ലോ, പഠിക്കാമല്ലോ, അങ്ങനെ ഒരു ചിന്ത വരും. 36 അതായിരുന്നു നല്ലത്. എന്നാൽ ഈ മനോഭാവം ഇല്ലാത്തത് ഏകദേശം 16 ലക്ഷം ഉദ്യോഗാർത്ഥികൾക്കാണ്. അത് 2022 പ്രായപരിധി കടന്നവരും ഈ വർഷം ഏജ് ഓവർ ആകാനിരിക്കുന്നവർക്കുമാണ്. വൈവിധ്യമാർന്ന നൈസർഗിക സസ്യ ജന്തുജാലങ്ങൾ ഉൾപ്പെടുന്ന ഭൗതിക വൈവിധ്യം നിറഞ്ഞതാണ് ഉപദ്വീപീയ പീഠഭൂമി. പാസ് ഔട്ട് ആയ ആളാണ് ഞാൻ. അപ്പോൾ വന്നപ്പോൾ ഒരു ഇതും PSC വിളിക്കുന്നില്ല. വിളിക്കാണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമായിരുന്നു ഞങ്ങൾ. 4 വർഷം വരെ ഒന്നും നമുക്ക് അങ്ങനെ പഠിച്ച് അത്രയും നാളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ജസ്റ്റ് അടുത്തൊരു നോട്ടിഫിക്കേഷനും കൂടി കിട്ടിയാൽ തന്നെയും എല്ലാവർക്കും വലിയൊരു ആശ്വാസമാകും. PSC പഠിക്കുന്നവർക്ക് ഏജ് ഓവർ എന്നത് ഒരു പേടി സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ 40 വയസ്സാക്കി പ്രായപരിധി ഉയർത്തിയതിൽ പലരും ആശ്വാസം കാണുന്നു. എന്നിരുന്നാലും പരസ്യമായി പറയാൻ പലർക്കും താല്പര്യമില്ല. ഒരുപാട് വർഷങ്ങൾ ശ്രമിച്ചിട്ടും എൻ്റെ വേറൊരു ജോലിക്ക് പോകാത്തത് വെറുതെ പഠിച്ചിട്ട് വെറുതെ സമയം കളയാനുള്ള പരിപാടിയാണോ? അങ്ങനെ നമ്മുടെ സമൂഹം ഒരുപാട് പേര് കുറച്ച് മോശമായിട്ടാണ് കാണുന്നത്. ഇതൊരു ഡ്രീം ആയിട്ടുള്ളവർക്ക്, ഒരു പാഷനായിട്ടുള്ളവർക്ക് ഞങ്ങൾക്ക് വേറെ ഒന്നിട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾ ഇതിന് അഡിക്റ്റ് ആയിപ്പോയി, അതാണ് സത്യം. സർക്കാർ ജോലി എന്ന പ്രതീക്ഷ നശിച്ചവർ വീണ്ടും സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു. പലരും പഠിക്കാൻ തുടങ്ങുകയാണ്. ഡക്കൻ പീഠഭൂമിയുടെ വടക്കേ അതിരാകുന്ന മലനിരകൾ ഏതാണ്? സത്പുര പർവ്വതം, മൈക്കല നിര, മഹാദേവ് കുന്നുകൾ. ഒരുപാട് കോൾസ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ലാസ്റ്റ് ചാൻസ് ഉള്ള ഒരുപാട് വീട്ടമ്മമാരുണ്ട്. ജസ്റ്റ് കട്ട് ഓഫിൽ നിന്നൊക്കെ പുറത്തായി പോയിട്ടുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഒരു പരീക്ഷയും കൂടി നല്ല രീതിയിൽ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഇങ്ങനൊരു കാര്യത്തിലൂടെ അവർക്ക് നേടിയെടുക്കാൻ പറ്റും. ഇന്ത്യയുടെ മിനറൽ ബെൽറ്റ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് അതാണ് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ട്രെൻഡിങ് ചോദ്യമായിട്ട് കാണാൻ പറ്റുന്നത്. പ്രായപരിധി 36 വയസ്സിൽ നിന്ന് 40 വയസ്സാക്കി ഉയർത്തുമ്പോൾ എത്ര പേർക്ക് അതിന്റെ ഗുണം ലഭിക്കും? PSCയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് 16 ലക്ഷം പേർക്ക് അതിന്റെ ഗുണം കിട്ടുമെന്നാണ്. അതായത് ഒരു വർഷം 4 ലക്ഷം എന്ന കണക്ക് നോക്കുമ്പോൾ 16 ലക്ഷം പേർക്ക് സർക്കാർ ഉദ്യോഗസ്ഥരാകാൻ അപേക്ഷിക്കുന്നതിന് അവസരം ലഭിക്കുന്നു. 40 ആക്കി, ഇനി 4 വർഷം ഉണ്ട്. പക്ഷെ നമ്മൾ അതും ആലോചിച്ചുകൊണ്ടിരിക്കരുത്. PSCയിൽ വേക്കൻസികൾ കുറഞ്ഞു വരുവാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ വോട്ടിൽ തന്നെയാണ് പിണറായി സർക്കാരിന്റെ കണ്ണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നോ? ഓരോ വർഷവും ഇവിടെ PSCയിൽ എൻറോൾ ചെയ്യുന്ന പുതിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 4 മുതൽ 5 ലക്ഷം വരെയാണ്. അതായത് 36 വയസ്സ് തികഞ്ഞ് ഏജ് ഓവർ ആകുന്നവരുടെ എണ്ണവും അത്ര തന്നെ. നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ നിയമനം വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ പ്രായപരിധി വർദ്ധിപ്പിച്ച് അവരുടെ രോഷം തണുപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ ആവശ്യവുമാണ്. ക്യാമറമാൻ അനൂപിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.